ലോകത്തിന് സ്വർഗമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ധർമ്മം കൊടുത്താലും ദാനം ചെയ്താലും 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, നരകമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ഈ ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് ബോധ്യപ്പെടുത്തി തന്ന മുഹമ്മദ് മുസ്തഫ, 90,000 അത്ഭുതങ്ങൾ കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ, ഈ സ്വർഗം കണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ് മുസ്തഫ, നരകം കണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിനെ നേരിട്ട് കണ്ടുവന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, മലക്കുകളുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ, ഖിയാമത്ത് നാളുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, 1,23,999 പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പഠിപ്പിച്ചു 3 വിഭാഗം ആളുകൾക്ക് സ്വർഗമില്ല. പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാ ഞാനും നീയും ത്യാഗങ്ങൾ സഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാ ഞാനും നീയും നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാ ഞാനും നീയും മറ്റു ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 3 വിഭാഗത്തിന്റെ സ്വർഗമില്ല. ആരാണൊന്ന്? അതാ കുടുംബബന്ധം മുറിച്ചവന്റെ സ്വർഗമില്ല. കള്ളു കുടിച്ചിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാത്തവൻ, ലഹരി ഉപയോഗിച്ചിട്ട് തൗബ ചെയ്യാത്തവൻ, ലഹരിക്ക് അടിമപ്പെട്ടവൻ, ബെത്തടിനടിച്ചവൻ, കൊക്കൈൻ ഉപയോഗിച്ചവൻ, ഹാൻസും പാൻപരാഗും അതുപോലത്തെ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടവൻ, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാത്തവൻ, തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങാത്തവൻ, അവനൊരിക്കലും അള്ളാഹുവിന്റെ സ്വർഗമില്ല. 3ാമത്തവൻ ആരാണെന്നറിയുമോ? ദയ്യൂസ. തന്റെ ഭാര്യയോ തന്റെ മക്കളോ തന്റെ പെങ്ങളോ തന്റെ കുടുംബത്തിൽപ്പെട്ടവരോ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ലജ്ജയില്ലാത്തവരാ, അതിൽ മടിയില്ലാത്തവരാ, യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്തവരാ. തന്റെ ഭാര്യയും തന്റെ മക്കളും വരെ 10, 12, 20 വയസ്സുള്ള പെൺകുട്ടികള് തന്റെ മക്കൾ ഇങ്ങനെ ചെത്തിപ്പൊളിച്ച് അങ്ങാടിയിൽ കൂടി ശരീരം കാണിച്ചുകൊണ്ട് വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന ഡ്രസ്സുകളും ഇടയാളകളും ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, അതിനൊന്നും ഒരു പ്രയാസവും തോന്നാത്ത മുസ്ലിം അവരെങ്ങനെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ചോട്ടെ, അവരെങ്ങനെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചോട്ടെ, അവരെങ്ങനെങ്കിലുമൊക്കെ പുറത്തിറങ്ങിക്കോട്ടെ, അതിനൊന്നും ഒരു യാതൊരു പ്രയാസവും തോന്നാത്ത മുസ്ലിം മോനെ, നിന്റെ പേര് ദയ്യൂസ. തന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ അഹിലുകാരെ, തന്റെ ഭാര്യമാരെ, തന്റെ മക്കള് അവരൊന്നും ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതില് പേടിയില്ലാത്ത, ഭയമില്ലാത്ത, സങ്കടമില്ലാത്ത, ദുഃഖമില്ലാത്ത, എതിർപ്പില്ലാത്ത ആളുകൾക്ക് പറയുന്ന പേര് ദയ്യൂസ് എന്ന. അവന് സ്വർഗമില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ ഉപ്പമാരോട് സഹോദരന്മാരോട്, എൻ്റെ ജേഷ്ഠാനുജന്മാരോട്, സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാ, നിന്റെ 10, 12, 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികള്, സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന പെൺകുട്ടികള്, ആ പെൺകുട്ടികൾ ഇഷ്ടം പോലെ മുഖം മറക്കാതെ, മാറുമറക്കാതെ, ആര്യ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും കാണിക്കുന്ന ഉടയാടകൾ ധരിച്ചുകൊണ്ട് ഇതാ അങ്ങാടികളിൽ കൂടി പോവാരന്മാരോടൊന്നിച്ച് ഈ രൂപത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ നിന്റെ മനസ്സിന് വേദനയില്ല, നിനക്കതിലൊന്നും എതിർപ്പ് ഇല്ല. നീ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ദയ്യൂസ് എന്നാ, നിനക്ക് സ്വർഗമില്ല. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടെ ഈ സദസ്സില് അള്ളാഹ് എന്നെ അനാക്കി തീർത്ത എന്റെ മശായിഖന്മാര്, ഉസ്താദുമാരുടെ അർവാഹുകളൊക്കെയും പങ്കെടുക്കുന്നു എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകും എന്നാ വിശ്വസിക്കുന്നത്. മഹാന്മാരായ പരിശുദ്ധ അർവാഹികളെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അനുഗ്രഹീതമാകുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അവരെ മുഴുവനും സാക്ഷി നിർത്തിയിട്ട് പറയുന്ന മുസ്ലിമേ, ഓർമ്മപ്പെടുത്തുന്ന മുസ്ലിമേ, തിരുത്തുന്നവർക്ക് തിരുത്താൻ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, മടങ്ങുന്നവർക്ക് മടങ്ങാൻ, തൗബ ചെയ്യുന്നവർക്ക് തൗബ ചെയ്യാൻ, ചിട്ടം വരുന്ന ജീവിതമെങ്കിലും ഒന്ന് നന്നാക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് നന്നാക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹ്, ഈ മക്കളെ നീ നാളെ കാണുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ കാണുമ്പോൾ 60, 70, 80 പവൻ സ്വർണം കൊടുത്തിട്ട് നീ വജ്രാധ്വാനം ചെയ്ത് കെട്ടിച്ചയക്കാൻ പോകുന്ന നിന്റെ ഈ മകളെ നീ കാണുമ്പോൾ, അല്ലാഹ്, ജീവിതം മൊത്തം ഈ മക്കൾക്ക് വേണ്ടിയിട്ടാ
നീ ഒഴിഞ്ഞു വെച്ചിരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം മുഴുവനും സഹിച്ചിരുന്നത്. ഈ മക്കളെ നീ നാളെ കാണുമ്പോൾ, ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ കാണുമ്പോൾ, ഈ പ്രിയപ്പെട്ട മകളെ നീ കാണുമ്പോൾ, ഈ മകളെ കാണരുതേ എന്ന് പറഞ്ഞു ഓടേണ്ടി വരുന്നത്, ഓടി ഓടി ഒളിക്കുന്നത്. എന്റെ മക്കളെ കാണാതിരുന്നെങ്കിൽ, എന്റെ ഭാര്യയെ കാണാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഒളിച്ചോടേണ്ട സ്ഥിതിവിശേഷം വരും ചെറുപ്പക്കാര് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ട് അർഹമുർ-റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ഇജാബത്തുള്ള സദസ്സ്, നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് ഇജാബത്ത് നൽകട്ടെ. ഉഖ്റവിയായ ഇൽമു പറയുന്ന എല്ലാവിധ സദസ്സിനുള്ള എല്ലാവിധ ബഹുമാനാദരവുകളും അല്ലാഹു ഈ സദസ്സിനു നൽകട്ടെ. അല്ലാഹ് നമ്മളെ ഏറ്റെടുക്കട്ടെ.